എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വയലറ്റ് പെണ്ണ് അവളാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറയും, നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഡിയർ ഗിഫ്റ്റേഴ്സ്, നിങ്ങൾ എല്ലാവരും എൻ്റെ അസിസ്റ്റൻസ് ആണ്. എത്രയും വേഗം ഈ ക്വീനിനോടും അസിസ്റ്റൻസിനും എതിരായിട്ട് ഫൈറ്റ് ചെയ്യുക. മൊമൻറ്റോസ്കിയും ലൂഫിയും സാമുറായ്സും അവരെല്ലാവരും നമ്മുടെ ആൾക്കാരാണ്. അവരെ ഇനി ശത്രുക്കളായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. അവളത് പറയേണ്ട താമസം അവിടെയുള്ള ഗിഫ്റ്റേഴ്സ് എല്ലാവരും അവളുടെ ഓർഡർ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു ജിറാഫി തലയൻ അവനാണെങ്കിൽ ചാടി വന്ന് അവൻ്റെ തന്നെ ടീംമേറ്റ്സിനെ ഞട്ടിക്കും. ഇന്നും അവൻ്റെ അസിസ്റ്റൻസിനും അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവരാണെങ്കിൽ വണ്ടർ അടിച്ച് ചുറ്റും നോക്കും. ഗിഫ്റ്റേഴ്സ് എല്ലാവരും ഭ്രാന്ത് ഇളകിയതുപോലെ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ഈ കൊമ്പ് തലയൻ അവനാണെങ്കിൽ ജിംബയെ കളിയാക്കും. നീ ഇനിയും ആ ലൂഫിയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണോ? അവൻ മരിച്ചു. മൊൻറ്റോസ്കിയെയും ഞങ്ങളുടെ ബോസ് കൈഡോ കടലിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞു. ഇനി ആർക്കു വേണ്ടിയാ നിങ്ങൾ വെറുതെ ഫൈറ്റ് ചെയ്യണേ? ഞങ്ങൾ 30,000 സോൾജേഴ്സ് ഉണ്ട്. ഇതോ അടക്കം പവർഫുൾ ആയിട്ടുള്ള ക്യാപ്റ്റൻസും ഉണ്ട്. മാത്രമല്ല ഈ ഗിഫ്റ്റേഴ്സ് അവർക്കെല്ലാം ഡബിൾ ഫ്രൂട്ടിന്റെ പവർ ഉള്ളവരാണ്. അവരും നിങ്ങളെ അറ്റാക്ക് ചെയ്യും. നിങ്ങളുടെ ഈ വലിയ ശക്തിക്കും പവറിനും മുൻപിൽ നിങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ വയലറ്റ് പെണ്ണിന്റെ ശബ്ദം അത് അവിടെയുള്ള ഗിഫ്റ്റേഴ്സ് കേൾക്കുക. സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോൾ വയലറ്റ് പെണ്ണിന്റെ അണ്ടറിലാവുകയാണ്. അവരെല്ലാം അവറ്റകളാണെങ്കിൽ ജിംബയോട് പറയും, മാസ്റ്റർ നിങ്ങൾ എന്തിനാ വെറുതെ ഇവരോട് സംസാരിച്ച് ടൈം വേസ്റ്റ് ചെയ്യണേ? എത്രയും വേഗം ഇവരെ തല്ലിക്കൊല്ല്. ആ കൊമ്പൻ തലയനാണെങ്കിൽ അത്ത് കേട്ട് ഞെട്ടുകയാണ്. അവനും ഇപ്പൊ എന്താ നടക്കണമെന്ന് മനസ്സിലാവാതെ അവൻ വണ്ടടിക്കും. കട്ട് ചെയ്ത ആ സൈപ്പർ പോളിനെ കാണിക്കും. അവർക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. അവിടെ എന്താ നടക്കണമെന്ന് അവർക്ക് മനസ്സിലാവില്ല. എല്ലാവരും തന്നെ ഇപ്പൊ ആ വില്ലന്മാർക്ക് എതിരായി തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ക്വീനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഇവിടെ നടക്കുന്ന ട്രിക്കും കാര്യങ്ങളും ഒന്നും പിടികിട്ടാതെ അവനങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു നിൽക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ വിടില്ല. അവളാണെങ്കിൽ നിർത്താതെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും, പ്ലീസ് ദയവ് ചെയ്ത് എന്റെ വാക്കുകൾ ഇവിടെയുള്ള എല്ലാവരും കേൾക്കണം. പ്രത്യേകിച്ച് ഗിഫ്റ്റേഴ്സ്, നിങ്ങൾ ഒരു കാരണവശാലും ലൂഫിയാൻ ടീമിനെതിരായിട്ടോ സാമുറായ്സിനെതിരായിട്ടോ ഫൈറ്റ് ചെയ്യരുത്. കൈഡോയെയും അവന്റെ അസിസ്റ്റൻസിനെയും വേണം നിങ്ങൾ ഇല്ലാതാക്കാൻ. അത് കേൾക്കേണ്ട താമസം ഒരുപാട് ഗിഫ്റ്റേഴ്സ് ഇപ്പോ ക്വീനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ലാസ്റ്റ് മിനിറ്റ് വയലറ്റ് പെണ്ണ് അവള് കറക്റ്റായി നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ഹെൽപ്പ് കൊടുത്തിരിക്കുകയാണ്. നാമിക്ക് ഉസോപ്പിനും ആണെങ്കിൽ ഭയങ്കര സന്തോഷം. യാഹൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഉച്ചത്തിൽ തുള്ളിച്ചാടും. അവരുടെ ആ ചിയറും സന്തോഷവും ഒക്കെ ദൂരത്ത് നിൽക്കുന്ന ക്വീൻ അവൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. അവന് പിടികിട്ടും ആ വയലറ്റ് പെണ്ണ് അവളാണ് എന്തോ കാര്യമായിട്ട് ചെയ്തതെന്ന്. അവൻ അങ്ങനെ വയലറ്റ് പെണ്ണിനെ നോട്ടവിടും. അവൻ വയലറ്റ് പെണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഫയർ പവർ അതങ്ങനെ അവർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. കറക്റ്റ് സമയം സാഞ്ചി അവൻ ചാടി വീണ് കാല് മടക്കി ക്വീന്റെ വായിൽ തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ അവന്റെ വാ ക്ലോസ് ആവും. ആ ഫയർ പവർ അവന്റെ വായിന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ക്വീനാണെങ്കിൽ അവന്റെ ദേഷ്യം അത് അടക്കാനായിട്ട് കഴിയില്ല. അവൻ സാഞ്ചിയുടെ പപ്പയെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് അവന്റെ ഞരമ്പ് പെടയ്ക്കും, രക്തം തിളയ്ക്കും. അവന് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സാഞ്ചിയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ക്വീൻ അവനാണെങ്കിൽ പതിയെ ഒരു സൈബോർക്കായി മാറുകയാണ്. അവന്റെ അത്തരത്തിലൊരു ട്രാൻസ്ഫർമേഷൻ അത് ഇതുവരെ അവന്റെ അസിസ്റ്റൻസോ ആ വില്ലന്മാരോ ആരും തന്നെ കണ്ടിട്ടില്ല. അവർ ഞെട്ടലോട് കൂടെ അവന്റെ ആ ട്രാൻസ്ഫർമേഷൻ നോക്കി നിൽക്കും. ഇതാ മറ്റൊരു ഭാഗത്ത് ചോപ്പറിനെ കാണിക്കും. അവൻ ഓൾമോസ്റ്റ് ഇപ്പൊ സോറോയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞു. പക്ഷെ എന്താ ആ റംബിൾ ബോൾ കഴിച്ചതുകൊണ്ട് തന്നെ ചോപ്പറിന്റെ അവസ്ഥ അല്പം ശോചനീയമാണ്. അവനിപ്പോ ബേബി ചോപ്പറായി മാറിയിരിക്കുകയാണ്. അതേസമയം സാഞ്ചി ക്വീൻ അവൻ സാഞ്ചിയെ പിടിച്ചു വലിച്ച് അങ്ങനെ അറഞ്ച പുറഞ്ഞ തല്ലുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ പെട്ടെന്ന് അവനെ എതിർക്കാനായിട്ട് കഴിയില്ല. അപ്പോഴാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറിന്റെ നഴ്സിന്റെ സഹായത്താൽ ഇപ്പോ സോറോയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അവൻ ഒരു സെക്കൻഡ് സീസർ അവൻ ആ റംബിൾ ബോളിന്റെ പവർ അത് കുറെ കൂടെ അഡ്വാൻസ് ആക്കി തന്ന കാര്യം അത് ആലോചിക്കുകയാണ്. ഇതാ പ്രസന്റ് കാണിക്കും. ഇപ്പോ ആ ഒരു സൈഡ് എഫക്റ്റാൽ തന്നെ അവനാണെങ്കിൽ എത്രത്തോളം പവർ യൂസ് ചെയ്തോ അതിന്റെ ഡബിൾ ഇരട്ടിയായിട്ട് നഷ്ടപ്പെട്ട് കുഞ്ഞൻ ചോപ്പറായി മാറി. അതാണ് ആ ഒരു പവറിന്റെ ഡിസഡ്വാൻറ്റേജ്. ആക്ച്വലി ചോപ്പർ ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ക്വീനിനെ കൊല്ലാമെന്ന് കരുതി. പക്ഷേ ക്വീനിന് ചില ടെക്നിക്സും ക്വാളിറ്റീസും ഒക്കെ ഉണ്ട്. അതുപയോഗിച്ച് ഈസി ആയിട്ട് അവൻ ചോപ്പറിനെ തോൽപ്പിച്ചു. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ക്വീന് അവനാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സാഞ്ചി ആണെങ്കിൽ ചുറ്റും നോക്കും. ഇപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. സോറോയ്ക്ക് ചോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എത്രയും വേഗം ചോപ്പറിന്റെ ട്രീറ്റ്മെന്റ് അത് കറക്റ്റായി ആയതിനു ശേഷം സോറോ അവനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുള്ളൊരു പ്രതീക്ഷ അത് സാഞ്ചിക്കുണ്ട്. ഇവിടെ ചോപ്പർ ആണെങ്കിൽ സോറോയോട് പറയും, എന്റെ ബോഡി അത് വളരെയധികം വീക്കാണ്, നിനക്കിപ്പോൾ ആവശ്യം റെസ്റ്റ് ആണ്. 20 മുതൽ 30 എല്ലുകൾ നിന്റെ ബോഡിയിൽ ഒടിഞ്ഞിരിക്കുകയാണ്. സോറോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ കൂർക്കം വലിച്ചുറങ്ങും. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇത്രയൊക്കെ ഇമ്പാക്ട് അവന്റെ ബോഡിയിൽ ഏറ്റിട്ടും അവന് അതിൽ യാതൊരു കുലുക്കവുമില്ല. പെയിനുള്ള യാതൊരു ലക്ഷണവും കാണുന്നില്ല. സോറോയുടെ പവറും അവന്റെ
സഹിക്കാനുള്ള എബിലിറ്റിയും അത് ഭയങ്കരമാണെന്ന് ചിന്തിച്ച് ചോപ്പർ ആണെങ്കിൽ സോറോയെ തന്നെ നോക്കും. സോറോ ആണെങ്കിൽ കണ്ണു തുറന്ന് ചോപ്പറിനോട് പറയും, എത്രയും വേഗം ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യും. എനിക്ക് വേഗം തന്നെ സാഞ്ചിയെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകണം. ആ വില്ലന്മാരെ എന്റെ കൈകൊണ്ട് എനിക്ക് തല്ലി കൊല്ലണം. ചോപ്പർ ആണെങ്കിൽ അവന് പ്രോമിസ് ചെയ്യും, എത്രയും വേഗം ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്ത് ഓക്കെ ആക്കാം. നിനക്കിപ്പോൾ ആവശ്യം റെസ്റ്റ് ആണ്. സോ അല്പസമയം നീ കണ്ണടച്ച് ഉറങ്ങാനായിട്ട് പറയും. കേട്ട് സോറോയും ഇപ്പോൾ ഉറങ്ങാനായിട്ട് തുടങ്ങുകയാണ്. ചോപ്പറിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവൻ ഇങ്ങനെ ഒരു അവസ്ഥയെ ഫൈറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ജീവൻ പോലും അപകടത്തിലാവും. ഉടനെ അടുത്തുള്ള ഡോക്ടർ ചോപ്പറിനോട് പറയും, എന്റെ കയ്യിൽ ഒരു മെഡിസിൻ ഉണ്ട്, അത് കൊടുത്താൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. ആ മെഡിസിനെ കുറിച്ച് കൂടുതൽ ചോദിക്കും. അതിനാൾ പറയും, ഇത് സോ ഐലാൻഡിലുള്ള ഒരു ഹീലറാണ്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയും വേഗം അവന്റെ ബോഡിയിലെ പരുക്കുകൾ അതെല്ലാം തന്നെ ഹീലാവും. ഇതിന്റെ എഫക്റ്റിൽ അവനാണെങ്കിൽ പെയിൻ ഇല്ലാതെ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം ആ മരുന്നിന്റെ ഹാങ് ഓവർ മാറിക്കഴിഞ്ഞാൽ അവന്റെ പെയിൻ അത് മുൻപ് അനുഭവിച്ചതിനെ കഴിഞ്ഞും ഡബിളായി മാറും. ചോപ്പറിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം ടെൻഷൻ തോന്നും. അവനാണെങ്കിൽ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴായിരിക്കും സോറോ ദേഷ്യപ്പെട്ട് പറയാം, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങൾ പരസ്പരം വെറുതെ പരസ്പരം ഡിസ്കസ് ചെയ്തിരിക്കാതെ എത്രയും വേഗം ആ മെഡിസിൻ എനിക്ക് തായോ. ചോപ്പറാണെങ്കിൽ ദേഷ്യപ്പെടും, അതിന്റെ സൈഡ് എഫക്റ്റ് അത് നീ കേട്ടില്ലേ, ലൈഫ് വെച്ച് റിസ്ക് എടുക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ സോറോ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല, എന്റെ ആവശ്യം ഇപ്പൊ ഫൈറ്റ് ചെയ്യുക എന്നതാണ്. എല്ലാം അതിന് ശേഷമാണ് അത് സഫർ ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ തീർത്തു പറയും. ഇതാ മറ്റൊരു ഭാഗത്ത് നാമി ഉസോപ്പും അവരങ്ങനെ ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. ചോപ്പറാണെങ്കിൽ വയലറ്റ് പെണ്ണിനെ തൂക്കിയെടുത്ത് ചാടി ഓടും. അത് കണ്ട് നാമിയാണെങ്കിൽ ചോപ്പറിനോട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറഞ്ഞ് ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങും. പക്ഷെ വയലറ്റ് പെണ്ണ് അവൾ അങ്ങനെ ടേൺ ചെയ്ത് ആ ഗിഫ്റ്റേഴ്സിനെ വീണ്ടും കൺട്രോളിലെടുക്കുകയാണ്. ചുറ്റുണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാവരെയും ആ ഗിഫ്റ്റേഴ്സ് അങ്ങനെ തല്ലി ഓടിക്കും. വൈസ് വാർഡൻ ആണെങ്കിൽ അവന്റെ പോയിസൺ പവർ ഉപയോഗിച്ച് ഒരുപാട് പേരെ ഇല്ലാതാക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കുതിരപ്പെണ്ണ് അവൾ അവിടേക്ക് ഓടി വന്ന് ഇപ്പോ വയലറ്റ് പെണ്ണിനോടും ഉസോപ്പിനോടും പറയാം, നിങ്ങൾ വെറുതെ ഓടി തളരണ്ട, എന്റെ ദേഹത്തേക്ക് കയറ്, നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലത്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറയും. അത് കേട്ട് ഹാപ്പിയായി നമ്മുടെ ആൾക്കാർ അതിന്റെ മുകളിലേക്ക് കയറും. ഉടനെ വേറൊരുത്തിന് അവിടേക്ക് ചാടി വീണ് ഇപ്പൊ വയലറ്റ് പെണ്ണിനോട് അവളുടെ ലയന്റെ കാര്യം പറയും. അതിനൊട്ടും വയ്യ, അതൊരു ഭാഗത്ത് വീണ് കിടക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ജിംബയും ആ കൊമ്പുതലേനും അവർ രണ്ടുപേരും പൊരിഞ്ഞ പോരാട്ടം. കൊമ്പുതലേനാണെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവരെങ്ങനെ ഫൈറ്റ് ചെയ്യോ അതുപോലെ തന്നെയായിരിക്കും ആ സ്ക്വാഡ് വെച്ച് ഫൈറ്റ് ചെയ്യുക. ജിംബയാണെങ്കിൽ അവനോട് ചോദിക്കും, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ CP9 മെമ്പർ അത് നീയല്ലേ? അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. ഓ, നിനക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാമല്ലേ? എനിക്ക് ഒരുപാട് പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ പവറിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അതിന് ജിംബൈ പറയും, എനിക്ക് കേൾക്കണ്ട നിന്റെ പവറിനെ കുറിച്ച്, ഞാനിവിടെ വന്നത് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ്. അവനാണെങ്കിൽ അത് ഭയങ്കര അപമാനം. അവന്റെ പല്ല് ഒരു പവറാക്കി മാറ്റി ജിംബൈക്ക് നേരെ അയക്കും. ജിംബൈ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അവൻ പല്ല് കടിച്ച് ജിംബയോട് ചോദിക്കും, നീ ഇപ്പോ മോം ടീമിൽ നിന്ന് വിട്ട് ആ സ്ട്രോഹ ലൂഫിയുടെ ടീമിലെ ഒരു മെമ്പറായി മാറിയല്ലേ? അതിന് അവൻ പറയും, അതെ, ഞാനിപ്പോൾ ലൂഫിയുടെ ഒരു മെമ്പറാണ്. ആ ഏജന്റ് ആണെങ്കിൽ ഇപ്പൊ ജിംബയോട് പറയും, ആക്ച്വലി ലൂഫിയെ അവനെക്കുറിച്ച് ഓർക്കുമ്പോഴും അവന്റെ കാര്യങ്ങൾ അറിയുമ്പോഴും ഒരു പ്രത്യേക കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾക്ക് മുൻപ് ഗവൺമെന്റ് അവർ ഒരുപാട് സെക്യൂർ ചെയ്ത് ഒരു ഡെവിൾ ഫ്രൂട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് അത് കാണാതായി. ആ ഒരു ഗം ഡെവിൾ ഫ്രൂട്ട് അതിന്റെ പവർ ഇപ്പോൾ ലൂഫിക്ക് കിട്ടിയിരിക്കുകയാണ്. എന്റെ എക്സ്പെക്ടേഷൻ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അവനാണ് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ചത്. ആ ഡെവിൾ ഫ്രൂട്ട് അടിച്ചു മാറ്റിയത് അത് ഷാങ്ക്സ് ആണ്. ഷാങ്ക്സിന്റെ കയ്യിൽ നിന്ന് അത് ലൂഫിയുടെ കയ്യിലേക്ക് എത്തി. ആക്ച്വലി ആ ഒരു ഡെവിൾ ഫ്രൂട്ടിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അത് കേട്ട് ജിംബൈ ആണെങ്കിൽ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.